ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഹമീദ് ഫൈസി. നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത് ലോക മഹാത്ഭുതങ്ങളിലൊന്നായ താജ്മഹലിനെ കുറിച്ചാണ്. ലോക മഹാത്ഭുതങ്ങളിലൊന്നായ താജ്മഹൽ ആഗ്രയിൽ യമുന നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്നു. മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ തൻ്റെ പത്നി മുംതാസ് മഹലിൻ്റെ സ്മരണയ്ക്കായി പണി കഴിപ്പിച്ചതാണ് ഇത്. പേർഷ്യൻ, ഓട്ടോമൻ, ഇന്ത്യൻ, ഇസ്ലാമിക് എന്നീ വാസ്തുവിദ്യാ മാതൃകകൾ കൂടിച്ചേർന്നുണ്ടായ മുഗൾ വാസ്തുവിദ്യയുടെ ഉത്തമോദാഹരണമാണ് താജ്മഹൽ. പൂർണ്ണമായും വെണ്ണക്കല്ലിൽ നിർമ്മിച്ച ഈ സ്മാരകം പൂർത്തിയാക്കാൻ 22 വർഷമെടുത്തു എന്നാണ് കണക്ക്. 1983 ലോകത്തിലെ പൈതൃക സ്ഥലങ്ങളുടെ യുനെസ്കോയുടെ പട്ടികയിൽ താജ്മഹലിനെ പെടുത്തി. വെണ്ണക്കല്ലിൽ പണിത സൗധമാണ് ഏറ്റവും പ്രധാനമെങ്കിലും ഇതിനോടനുബന്ധിച്ച് മറ്റു കെട്ടിടങ്ങളും ചേർന്ന ഒരു സമുച്ചയമാണ് താജ്മഹൽ. ഇതിൻ്റെ പണി ഏകദേശം 1632 തുടങ്ങി 1653 തീർന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. 10,000-കണക്കിന് തൊഴിലാളികൾ ചേർന്നാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ഉസ്താദ് ഇസയാണ് ഇതിൻ്റെ പ്രധാന ശില്പി. കാലത്തിൻ്റെ കവിളിൽ വീണ കണ്ണുനീർ തുള്ളി എന്നാണ് രവീന്ദ്രനാഥ ടാഗോർ താജ്മഹലിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാൻ്റെ മൂന്നാമത്തെ ഭാര്യയായിരുന്ന മുംതാസ് മഹൽ 1631 തൻ്റെ 14ാമത്തെ കുട്ടിയായ ഗൗഹറ ബേഗത്തിന് ജന്മം നൽകുന്നതിനിടയിൽ മരണപ്പെട്ടു. അക്കാലം ഷാജഹാൻ ചക്രവർത്തിക്ക് വളരെയധികം സമ്പത്തും അഭിവൃദ്ധിയുമുള്ള കാലമായിരുന്നു. പക്ഷേ ഭാര്യയുടെ മരണം മൂലം അദ്ദേഹം വളരെ ദുഃഖത്തിലാവുകയായിരുന്നു. മുംതാസ് മഹലുമായുള്ള ഷാജഹാൻ്റെ അഗാധ പ്രേമമാണ് താജ്മഹൽ പണിയുവാനുള്ള പ്രേരണയെന്ന് കാലാനുസൃത വിവരങ്ങൾ കാണിക്കുന്നു. താജ്മഹലിൻ്റെ പണികൾ മുംതാസിൻ്റെ മരണത്തിനു ശേഷം ഉടൻ തന്നെ ആരംഭിക്കുകയുണ്ടായി. 1648 ഒരു അടിസ്ഥാന ശവകുടീരം പണിതീർത്തു. പിന്നീട് ഇതിനു ചുറ്റുമുള്ള ഉദ്യാനങ്ങളും അനുബന്ധ കെട്ടിടങ്ങളും പിന്നീടുള്ള 5 വർഷങ്ങൾ കൊണ്ട് പണിതീർത്തു. ഷാജഹാൻ ചക്രവർത്തി സ്വന്തം വാക്കുകളിൽ താജ്മഹലിനെ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: കുറ്റവാളികൾ ഇവിടെ അഭയം തേടണം. മാപ്പു നൽകിയവനെപ്പോലെ അവൻ പാപത്തിൽ നിന്ന് മുക്തനാവുന്നു. ഒരു പാപി ഈ മാളികയിലേക്ക് പോകണോ? അവൻ്റെ മുൻകാല പാപങ്ങളെല്ലാം കഴുകിക്കളയണം. ഈ മാളികയുടെ കാഴ്ച ദുഃഖകരമായ നെടുവീർപ്പുകൾ സൃഷ്ടിക്കുന്നു. സൂര്യനും ചന്ദ്രനും അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നു. ഈ ലോകത്ത് ഈ ഭവനം നിർമ്മിക്കപ്പെട്ടു അതുവഴി സൃഷ്ടാവിൻ്റെ മഹത്വം പ്രദർശിപ്പിക്കുന്നതിന്. താജ്മഹൽ പേർഷ്യൻ സംസ്കാരത്തിൻ്റെയും മുഗൾ സംസ്കാരത്തിൻ്റെയും വാസ്തുവിദ്യകളുടെ ഒരു സങ്കലനമാണ്. ഇതുകൂടാതെ തിമൂർ രാജവംശത്തിൽ നിന്നുള്ള വാസ്തുവിദ്യയുടെയും പ്രചോദനം ഇതിൻ്റെ രൂപകൽപ്പനയിൽ ഉണ്ടായിരുന്നു. സമർക്കണ്ടിലെ ഗുൽ-എ-അമീർ എന്ന കെട്ടിടം, ഹുമയൂണിൻ്റെ ശവകുടീരം, ഇത് ചെറിയ താജ് എന്നും അറിയപ്പെടുന്നു, ഡൽഹിയിലെ ഷാജഹാൻ്റെ സ്വന്തം നിർമ്മിതിയായ ജുമാ മസ്ജിദ് എന്നിവയിൽ നിന്നും വാസ്തു പ്രചോദനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് താജ്. ആദ്യകാലത്തെ മുഗൾ കെട്ടിടങ്ങളെല്ലാം തന്നെ ചുവന്ന മണൽക്കല്ലിലാണ് പണിതിരുന്നത്. പക്ഷേ ഷാജഹാൻ താജ്മഹൽ പണിയുന്നതിന് വെണ്ണക്കല്ലും വിലപിടിപ്പുള്ള മറ്റു ചില കല്ലുകളും ഉപയോഗിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതുമൂലം മുഗൾ കാലഘട്ടത്തെ മറ്റു കെട്ടിടങ്ങളേക്കാൾ താജ്മഹലിന് ഒരു പ്രത്യേക ആകർഷണം കൈവന്നു. മുംതാസിനോടുള്ള ഷാജഹാൻ്റെ പ്രണയത്തെയും അതിൻ്റെ സ്മാരകമായ ഈ സൗധത്തെയും കുറിച്ച് രവീന്ദ്രനാഥ ടാഗോർ ലവേഴ്സ് ഗിഫ്റ്റ് എന്ന കവിതയിൽ പരാമർശിക്കുന്നുണ്ട്. താജ്മഹലിൻ്റെ പ്രധാന ഭാഗം എന്ന് പറയാവുന്നത് വെള്ള മാർബിളിൽ നിർമ്മിച്ചിട്ടുള്ള കുടീരമാണ്. ഇത് ഒരു സമചതുര സ്തംഭപാദത്തിൽ സ്ഥിതി ചെയ്യുന്നു. സാധാരണ കാണുന്ന എല്ലാ മുഗൾ പേർഷ്യൻ വാസ്തുവിദ്യയിലെയും പോലെ ഇതിനും ചുറ്റും സമമായി പണിതീർത്തിരിക്കുന്ന ഭാഗങ്ങളും ഇവാൻ എന്ന ഒരു കമാനാകൃതിയിലുള്ള വാതിലും ഏറ്റവും മുകളിലായി ഒരു വലിയ കുംഭഗോപുരവും സ്ഥിതി ചെയ്യുന്നു. താജ്മഹലിൻ്റെ അടിസ്ഥാനം വലിയ പല അറകളുള്ള ഘടനയാണ്. നീളം, വീതി, ഉയരം ഇവ മൂന്നും സമയളവോട് കൂടിയ ഒരു വലിയ ഘനപദാർത്ഥത്തിൻ്റെ ആകൃതിയിലാണ് അടിത്തറ. ഇതിൻ്റെ ഏകദേശ നീളം 55 മീറ്ററാണ്. നീളമുള്ള വശങ്ങളിൽ പിസ്താക്ക് എന്നറിയപ്പെടുന്ന കമാനാകൃതിയിലുള്ള ചട്ടക്കൂട്ടുകൾ പിടിപ്പിച്ചിട്ടുണ്ട്. മുൻപിലെ കമാനത്തിൻ്റെ 2 വശത്തും മുകളിലും താഴെയുമായി കൂടുതൽ പിസ്താക്കുകൾ പിടിപ്പിച്ചിട്ടുണ്ട്.
ഇതുപോലുള്ള പിസ്താക്കുകൾ ചരിഞ്ഞ ചുമരുകളുടെ വശങ്ങളിലും പിടിപ്പിച്ചിട്ടുണ്ട്. ഈ വാസ്തുപരമായ പ്രത്യേകത കെട്ടിടത്തിൻ്റെ എല്ലാ വശങ്ങളിലും പ്രതിസമമായി കാണാം. ഈ ചതുരസ്തംഭപാദത്തിൻ്റെ 4 വശങ്ങളിലും 4 മിനാരങ്ങൾ സ്ഥിതി ചെയ്യുന്നു. ഇതിൻ്റെ മുകളിലും ഓരോ കുംഭഗോപുരങ്ങൾ സ്ഥിതി ചെയ്യുന്നു. മാർബിൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഗോപുരമാണ് ഇതിലെ ഏറ്റവും വലിയ ആകർഷണം. ഇതിൻ്റെ ഉയരം കെട്ടിടത്തിൻ്റെ അടിത്തറയുടെ അത്ര തന്നെ വരും. ഏകദേശം 35 മീറ്റർ ഉയരമുള്ളതാണ് ഈ കുംഭഗോപുരം. ഇതിൻ്റെ മുകളിലുള്ള ഗോളസ്തംഭത്തിന് 7 മീറ്റർ ഉയരമുണ്ട്. രൂപസവിശേഷത കൊണ്ട് ഇതിനെ ഓനിയൻ ഡോം അഥവാ ഉള്ളിയുടെ ആകൃതിയിലുള്ള സ്തംഭം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഏറ്റവും മുകളിലുള്ള ഈ ഗോളസ്തംഭത്തിൻ്റെ മുകളിൽ താമരയുടെ ആകൃതിയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു രൂപമുണ്ട്. ഇതിനു ചുറ്റും 4 ചെറിയ സ്തൂപങ്ങൾ നിർമ്മിച്ചിരിക്കുന്നു. ഇതിൻ്റെ ആകൃതിയും പ്രധാന സ്തൂപത്തിൻ്റെ ആകൃതിയിൽ തന്നെയാണ്. ഇതിനെ ഛത്രി സ്തൂപം എന്ന് വിശേഷിപ്പിക്കുന്നു. ഈ ഛത്രികൾ പ്രധാന സ്തൂപത്തിൻ്റെ രൂപത്തിൽ തന്നെ 4 വശത്തും സ്ഥിതി ചെയ്യുന്നു. താജ്മഹലിൽ കാണപ്പെടുന്ന കയ്യെഴുത്തുകൾ അത്യലങ്കൃതമായ തുളുദ് എഴുതുരീതിയാണ്. ഇത് പ്രധാനമായും ചെയ്തിരിക്കുന്നത് പേർഷ്യൻ കയ്യെഴുത്തുകാരനായ അമാനത്ത് ഖാനാണ്. ഈ കയ്യെഴുത്തുകൾക്കായി ഉപയോഗിച്ചിരിക്കുന്നത് വെള്ള മാർബിളുകൾ കൊത്തി അതിൽ ജസ്പർ എന്ന കല്ല് ഉൾച്ചേർത്തിരിക്കുന്ന രീതിയാണ്. മുകളിലുള്ള ചുവരുകളിൽ അല്പം വലിയ അക്ഷരങ്ങളിലാണ് ഈ കയ്യെഴുത്തുകൾ കൊത്തിയിരിക്കുന്നത്. താഴെ നിന്ന് നോക്കുമ്പോൾ എല്ലാ വശത്തും അക്ഷരങ്ങൾ ശരിയായ അനുപാതത്തിൽ കാണുവാൻ വേണ്ടിയാണ് ഇത്. താജ്മഹലിൻ്റെ അകത്തും പുറത്തുമായി കൊത്തിയിരിക്കുന്ന ഈ കയ്യെഴുത്തുകൾ ഖുർആനിൽ നിന്നുള്ള വചനങ്ങളാണ്. താജ്മഹലിൻ്റെ ചുറ്റിലും ഏകദേശം 300 സ്ക്വയർ മീറ്റർ വിസ്തീർണത്തിൽ പരന്നു കിടക്കുന്ന ഉദ്യാനമാണ് ചാർബാഗ് ഉദ്യാനം. ഇതൊരു യഥാർത്ഥ മുഗൾ ഉദ്യാനമായി കണക്കാക്കപ്പെടുന്നു. ഈ ഉദ്യാനത്തിൻ്റെ നടുവിലൂടെ ഉയർത്തിയ വഴികൾ കൊണ്ട് ഉദ്യാനത്തിൻ്റെ 4 ഭാഗങ്ങളായും 16 പൂത്തടങ്ങളായും തിരിച്ചിരിക്കുന്നു. ഇതിൻ്റെ നടുക്കായി മാർബിളിൽ ഉയർത്തി പണിതിരിക്കുന്ന വെള്ള ടാങ്ക് സ്ഥിതി ചെയ്യുന്നു. താജ് കുടീരത്തിൻ്റെയും പ്രധാന തെക്കേ വാതിലിൻ്റെയും ഏകദേശം പകുതി വഴിയിലായിട്ടാണ് ഈ മാർബിൾ ടാങ്ക് സ്ഥിതി ചെയ്യുന്നത്. ഈ മാർബിൾ ടാങ്കിലെ വെള്ളത്തിൽ താജ്മഹലിൻ്റെ പ്രതിഫലനം കാണാവുന്നതാണ്. മറ്റു ഭാഗങ്ങളിൽ ഉദ്യാനം പലവിധ മരങ്ങൾ കൊണ്ടും ചെറിയ ഫൗണ്ടനുകൾ കൊണ്ടും അലങ്കൃതമാണ്. ഉയർത്തിപ്പണിതിരിക്കുന്ന ഈ മാർബിൾ വെള്ള ടാങ്ക് അൽ ഹൗദ് അൽ കഹ്ദാർ എന്നറിയപ്പെടുന്നു. പേർഷ്യൻ ഉദ്യാനങ്ങളുടെ മാതൃകയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിരിക്കുന്നതാണ് ചാർബാഗ് ഉദ്യാനം. ഈ രീതി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് മുഗൾ ചക്രവർത്തിയായ ബാബർ ആയിരുന്നു.